സൗണ്ട് ഇടണം എന്നാലേ തുറക്കുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി തുറങ്ങും. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എടാ കൂവ് ഇത് ഇങ്ങനെ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് എപ്പോ പ്ലസന്റ് ആയിരിക്കണം. ഭയങ്കര സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സ് തോന്നി, നമുക്ക് എപ്പോഴും ഒരു ഹെവിനെസ് തോന്നി, അങ്ങനെ പാടില്ല. അപ്പൊ അത് ഭയങ്കര സൂതൻ കാമായിട്ടുള്ള ഏരിയ ആയിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബേ വിൻഡോ വേണം ബെഡ്റൂമിൽ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും ബുക്സ് റീഡ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര. പിന്നെ തല്ല് കൂടിക്കഴിഞ്ഞാല് മാറിക്കിടക്കാം. നീ സാരി എല്ലാവരും ഇട്ടത് പാന്റ് ഇട്ടതുകൊണ്ട് ബാക്കിയായി, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇത് ട്രാൻസ്പെറന്റ് ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അല്ല പേടിക്കണ്ട, ലൂസുള്ള പാന്റ് ഇട്ടോ അല്ലേ, താഴ്ത്തുനിന്ന് നോക്കിക്കോ. പിന്നെ നമ്മളുടെ ഏറ്റവും ലാവിഷ് ആയിട്ടുള്ളൊരു നൈസ് വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. മറ്റേ ഒരു റീലില്ലേ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാം, അതിലൊരു വളവ് കാണിച്ചാണ്ടിനാ, അതേപോലത്തെ ഒരു വളവ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ വളവിന്റെ ഒരു പേരുണ്ട് ഇപ്പൊ, യൂട്യൂബർ വളവ്. നിങ്ങളുടെ ഇവിടെ ആ എല്ലാരും പറയുന്നത് യൂട്യൂബർ വളവ് എന്നാണ്. ഈ മസ്താനിയും കൊണ്ട് നമ്മൾ പോവുകയാണ് രാജകൊട്ടാരത്തിൽ. മസ്താനി ആഗതയായാലും ഇത് വേറെ വൈബ്. ഉള്ളില് വന്ന ഇതാണ് മുഗൾ രാജ്യത്തെ രാജകുമാരിക്ക് വേണ്ടി നമ്മൾ തീർത്ത കൊട്ടാര റൂമാണ്. ഈ കളർ പാറ്റേണും ഇതൊക്കെ ആ ഒരു മുഗൾ തീമിൽ ചെയ്തതാ. ഈ കളേഴ്സ് ആയാലും ഈ ഒരു ബെഡിന്റെ രീതിയും കാര്യങ്ങളും ആ ഒരു സാധനം കണ്ട ഒരു കളർ തീം, പിന്നെ മിററിന്റെ ആ ഒരു ആർച്ച്, അതൊക്കെ അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്തതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുമായ ഒരു കാര്യം ഈ വീടിന്റെ പേരാണ്, റൂഹ്. എല്ലാരും ഈ ഒരു അറബിക് വേർഡ് ആയതുകൊണ്ട് ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും, നിങ്ങൾ ഹിന്ദുക്കളല്ലേ എന്ത്. അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. എല്ലാത്തിലും ഈ ജാതി മതം അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് മനുഷ്യനായി ജീവിക്കാൻ പറ്റും. മനുഷ്യനായിട്ട് ജീവിക്കൂ. ജാതി മതം വേർഡ് കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അപ്പം അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇനി അടുത്തത് നമ്മൾ കാണിക്കാവുന്ന അവിടെ ഏറ്റവും നീ ചോദിച്ച് നിന്റെ സ്പെഷ്യൽ, പക്ഷേ ഇവിടെ ഓട്ടോമേഷൻ ഉണ്ട്. അതെങ്ങനെയാന്നുള്ള കാണിച്ചു തരാം. ഇതാണ് ഓട്ടോമേഷന്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഇത് താത്ത എന്നിട്ട് കൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത് സത്യം ഇതിന്റെ സ്പീക്കർ കണ്ടോ, അത്ര 2 പ്രാവശ്യം ചെയ്യ് ഇല്ലതാ. ആ സൗണ്ട് ഇടണം എന്നാലേ തുറക്കുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി തുറങ്ങും. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എടാ കൂവ് ഇത് ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഓപ്പണം. അത്രേ ഉള്ളൂ. ഓക്കെ പറഞ്ഞോ. ഞാൻ പിടിച്ചില്ലേ ഇത്? അവിടെ ഇല്ലതാ. വാ, ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്നാ മിററാണോ? മിറർ എന്ത് സർപ്രൈസാ? വലിയ മിററായിരിക്കും. പാഞ്ചാലി വസ്ത്ര. ഇത് മസ്താനിന്റെ സർപ്രൈസ് ആണ്. നമ്മുടെ ഓൺ ബ്രാൻഡ് ആണ്. അവള് എടുത്തോട്ടെ, നമ്മളുടെ ഓൺ ബ്രാൻഡ് ആണ്. നമ്മളുടെ ഏറ്റവും എന്താണ് വൈറലായൊരു സാരിയാണ് കേട്ടോ ഇതില്. പാഞ്ചാലി വസ്ത്രയിലുള്ളത് അംബാനി ഇൻസ്പയർഡ് സാരി. കൊടുക്കും, ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ആണ്. നിന്റെ ഫേവറേറ്റ് കളർ എന്തുവാ? പ്രശ്നമില്ല. പച്ചസാരിയോ? ഞാൻ വെച്ചത് ചോപ്പ് നിങ്ങളുടെ പച്ച സാരി എന്ന് പറയുന്നത്. ഇഷ്ടായോ? കൊള്ളാം. ഞാൻ ആക്ച്വലി പാഞ്ചാലിയുടെ കുറെ വീഡിയോസ് കാണാറുണ്ട്. വാങ്ങിച്ചിട്ടില്ല കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ സാരി ഉടുക്കുന്ന കണ്ടിട്ടില്ല. ഞാൻ ഉടുക്കല് കുറവാ. ഇവിടെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് പ്രജിതാ. വേറെ നമ്മള് സാരി ഉടുപ്പിച്ചു തരാം. അല്ല ആദ്യം പറഞ്ഞ നമുക്ക് ഉടുപ്പിച്ചിട്ട് വീഡിയോ എടുക്കായിരുന്നു അല്ലേ? കൊള്ളാട്ടോ. ഇത് ഉടുത്തിട്ട് നിനക്ക് വീഡിയോ ചെയ്യും.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ഈ ബെഡ്റൂമിന്റെ ഡീറ്റെയിൽ പക്ഷേ മിരി ചേച്ചി വിളിക്കണോ? ആണോ? ഭയങ്കര രസാ സാരി എടുത്തിട്ട് പോകുന്ന വീഡിയോസ് കാണാൻ വേണ്ടി. മാഡം ഇതും പാഞ്ചാലിയാണ് കേട്ടോ ഇന്ന് മാഡം ഇന്നിട്ടിരിക്കുന്ന സാരി ഈ സാരി വീഡിയോസ് കുറെ കാണാറുണ്ട്. ഇതും ഇവിടെ വെക്കട്ടെ, പോകുമ്പോ എടുത്തോളൂ കേട്ടോ, മറന്നു പോണ്ട. അപ്പം ഈ റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതൊക്കെ അവർ തന്നെ, ഇതിലൊന്നും നമ്മൾ ഒരു കൈകടത്തലില്ല കേട്ടോ. ഈ കംപ്ലീറ്റ് ഡിസൈൻസ് അവരുടെതാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വിചാരിച്ചത് വലിയ എന്തെങ്കിലും ഇതും വൈബ്സ് ആണ്, കാർവിങ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ. അവർ പറഞ്ഞു ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ പ്ലസന്റ് ആയിരിക്കണം, ഭയങ്കര സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സ് തോന്നുന്നത്, നമുക്ക് എപ്പോഴും ഒരു ഹെവിനെസ് തോന്നുന്നത്, അങ്ങനെ പാടില്ല. അപ്പൊ അത് ഭയങ്കര സൂതൻ കാമായിട്ടുള്ള ഏരിയ ആയിരിക്കണം. എല്ലാവരും ചെയ്യുന്നവരെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് ദിവസം ഓക്കെ ആയിരിക്കും, അപ്പം കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ബോറടിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും സെറ്റിൽ ആയിട്ടുള്ള കളേഴ്സ്, സെറ്റിൽ ആയിട്ടുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യണം. അങ്ങനെ അവർ ചെയ്തതാണ് ഈ ഹെഡ് ബോർഡും ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ. ഇതൊരു ബ്രിട്ടീഷ് തീമാണ് കേട്ടോ. നമ്മുടെ 4 ബെഡ്റൂമിലും 4 ഡിഫറെന്റ് തീംസ് ആണ്. ഇത് ബ്രിട്ടീഷ് മോഡേൺ തീമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതായാലും ഈ ഒരു ഫർ കണ്ടോ, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ്. എല്ലാ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് കാണണം. ഇതെല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് മാത്രം രാത്രി ഉറങ്ങുമ്പോൾ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാ കാണും. അങ്ങനെ അപ്പൊ ഇതിന് ആവശ്യമുള്ള എല്ലാ സ്റ്റോറേജും ഉണ്ട് കേട്ടോ. ഇത് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞവരടുത്ത് ചെയ്യിപ്പിച്ചതാ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബേ വിൻഡോ വേണമെന്ന് ബെഡ്റൂമിൽ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും ബുക്സ് റീഡ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര. പിന്നെ തല്ലു കൂടി കഴിഞ്ഞാല് മാറിക്കിടക്കാം. അല്ല, അതൊരു എന്താ കോസി ഏരിയ പോലെ. ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം? ഇതാണ് എന്റെയും മെറിയുടെയും ബെഡ്റൂം ആണ് വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ ആ മിലിയോന്റെ ജനിച്ച ഉടനെയുള്ള കൈയും കാലും. അത് മിലിയോന്റെ കൈയും മോൾഡ് ചെയ്തതാ, അവന്റെ കൈയും കാസ്റ്റിംഗ് എന്ന് പറയും. അത് ആ വലിയ കൈ എന്റതും ഇപ്പുറത്തെ കൈ മെറിന്റെതും. പിന്നെ ആ കാലും കൈയും മിലിയോന്റെ കാലും കൈയാണ്. പിന്നെ ഈ ഫോട്ടോ നമ്മളുടെ, എനിക്ക് ഭയങ്കര, നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ചെയ്തൊരു ഫോട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണത്. നല്ല രസമില്ല, ഒരു സഞ്ജയ് ലീല ബൻസാലി ലുക്കില്ലേ, എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു ഫോട്ടോ. അത് നമ്മൾ അപ്പൊ തന്നെ ബെഡ്റൂമിലാക്കാന്ന് വെച്ചു. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ക്ലോക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഇതിവിടെ നമുക്കൊരു റണ്ണിങ് വാർഡ്രോബ് ഉണ്ട്. ട്രാൻസ്പെറന്റ് ആണ്, പക്ഷെ എന്നാലും ഒരു ഗ്രൗണ്ടഡ് ഒരു കളർ, ബ്രൗണിഷ് കളർ ഗ്ലാസ് കൊടുത്ത് പെട്ടെന്ന് ആർക്കൊന്നും കാണാനും പറ്റില്ല, എന്നാലും നമുക്ക് കാണാനും പറ്റും ഒരു ഡിസൈൻ ചെയ്തിട്ട്. അതേപോലെ അവിടെ തന്നെ ഒരു വലിയ മിറർ ഉണ്ട്. ഇനി ഉള്ളതാണ് നമ്മളുടെ ഒരു, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവിടെ DJ ലൈറ്റ്സ് ഉണ്ട്. നമ്മള് കുളിക്കുമ്പം എന്താണ് മുക്കാബല ആ ഒരു ഇതില് നമുക്കിത് കുളിക്കാൻ പറ്റും. പിന്നെ ഗ്ലാസ് ഡോറ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻസ് ആണ്. അപ്പൊ നമുക്ക് കുളിക്കുമ്പം നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ബാത്റൂമും ഒന്നിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകളിലായിരിക്കും കാണും. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽസ് ഒക്കെ പോലെ, ഹോട്ടലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും പൈസ ഒക്കെ കൊടുത്തില്ലേ വീടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ ചെയ്തെടുത്തു. ഇതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളാണ്, പല സ്ഥലങ്ങളിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടല്ലോ, വേണമല്ലോ, ട്രൈ ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. അങ്ങനെ ഒരു DJ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇത്. നിങ്ങൾക്ക് കുളിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ. നിങ്ങളിവിടെ DJ ഒക്കെ കേട്ട് കുളിക്കലാണ് പരിപാടി. മെറി എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ തലച്ചൂടായി തലപ്പാച്ചിലെടുക്കൂലേ, തലപ്പാച്ചിലെടുക്കുമ്പോൾ അവിടെ കയറിയിട്ട് വെള്ളം തുറന്നിട്ട് അങ്ങനെ കുളിക്കാം. ഷവറിനും പ്രത്യേകത ഉണ്ട് അതിന്. ഷവറില് നമുക്ക് മഴത്തുള്ളി പോലെയുള്ള വെള്ളം വരും, പിന്നെ കല്ലുമെന്ന് വീഴുന്ന പോലത്തെ എഫക്റ്റ് ഉണ്ട് അതിന്. പിന്നെ നമ്മളെ ഡ്രിസ്ലിംഗ് ഇല്ലേ, ആ സാധനം വരും. പിന്നെ മുകളിൽ നിന്ന് വരും, താഴത്തുനിന്ന് വരും. അങ്ങനെ കുറച്ച് മാജിക് ഷോ ഒക്കെ ഉണ്ട് വെള്ളത്തില്, നല്ല രസാ. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പാരന്റ് ബെഡ്റൂം ആണ് കേട്ടോ. ഇതൊരു ബ്രിട്ടീഷ് കൊളോണിയൽ വിക്ടോറിയ ഡിസൈൻ ആണ്. ഇതിന്റെ കളർ പാറ്റേൺ ആ ഒരു ഗ്രീൻ, പിന്നെ ഈ ഒരു ബേജ് കളർ, ഇവന്റെ കേർട്ടന്റെ കളർ, ഈ മിററിന്റെ ഒരു ഷേപ്പ്, ഇതൊക്കെ അങ്ങനെ. ഇത് അതിന്റെ അച്ഛനും അമ്മയും കിടക്കാനുള്ള ഒരു റൂം. അപ്പം അവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ വിൻഡോ ആണ് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം, ഒന്ന് കാണിച്ചു തരട്ടെ. പിന്നെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് നല്ലോണം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിപ്പോ നമുക്ക് വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞാല് നൈസായിട്ട് അത്രയും വെളിച്ചം വന്നില്ല, ഇതിപ്പോ തുറന്നപ്പം
അതാണ് ഒരു റൂമിൽ നമുക്ക് ആ ഒരു ഫീല് വരില്ല. മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡോറൊക്കെ തുറന്ന് നമുക്ക് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അടിപൊളി. ഇവിടെയും DJ ലൈറ്റ് ഉണ്ടോ? ഇവിടെ ബാത്റൂമിൽ DJ ലൈറ്റ്സ് ഇല്ല. ഇവിടെ അച്ഛനമ്മയല്ലേ, അച്ഛനമ്മ എന്ത് DJ കളിക്കാൻ? അവർക്ക് DJ കളിക്കാലോ. അച്ഛനോട് ചോദിക്കാം, DJ വേണമെങ്കിൽ വെച്ചു കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ മുകളിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ ഈ ലാൻഡിങ് സ്പേസും ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. ഇതൊക്കെ വുഡാണ് വരുന്നത്. ഇത് തേക്കല്ലേ മിരി? മല ശരിക്കും എന്നാന്ന് ഓർമ്മയില്ല. തേക്കോ വീട്ടോ അതിലേതോ ഒന്നാണ്. അതേപോലെ ഇതിന് ഈ ലാൻഡിങ് സ്പേസിൽ നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മിയയുടെ വാസസ്ഥലം. ഓ, ഇവിടെയാണ് ഈ വ്യൂ നല്ല രസമില്ലേ? ചിലരുടെ നൈറ്റ് ഒക്കെ പോയി നിൽക്കാൻ ഭയങ്കര രസാട്ടോ ഈ ബാൽക്കണിയില്. ഇവിടെയാണ് മിയയുടെ റൂം അല്ല? മിയ അതേ പോകുന്നു. മിയൊക്കെ ഇവിടെ വരുന്ന ഇഷ്ടമല്ല. മിയൊക്കെ ഓടിച്ചാടി നടക്കണം. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴെങ്കിലും സ്പെഷ്യൽ ചായ കുടിക്കണം, സ്പെഷ്യൽ കട്ടൻ ചായ ഒക്കെ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാല് കിച്ചണിൽ പോണ്ട, നമുക്ക് നേരെ ഇവിടേക്ക് വന്നാൽ മതി. ഇവിടെയാണ് നമ്മൾ സ്പെഷ്യൽ ടീ ഉണ്ടാക്കുന്ന സ്ഥലം. കുടിക്കാറില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നീക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു ലൈറ്റ് കണ്ടോ? ഇത് ടർക്കിഷ് ലാമ്പ് എന്ന് പറയും. ഇത് തൃശ്ശൂരുള്ള ഒരു ആൾക്കാര് അവര് ഇമ്പോർട്ട് ചെയ്തിട്ട് അവര് കേരളത്തിലും പുറത്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല ഭംഗിയില്ലേ? ഇപ്പൊ രാത്രി എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പ്രത്യേകമായിട്ടൊരു ഫീൽ ഉണ്ട് അതിന്. അങ്ങനെ പിന്നെ അവിടെ ചെറിയൊരു ചായപ്പൊടിയൊക്കെ വെക്കാനുള്ളൊരു റാക്ക് അല്ലേ? ചായപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ കുറെ ചായ കുടിക്കാനുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട്. പലവിധം ചായ, പച്ചച്ചായ, മഞ്ഞച്ചായ, അങ്ങനെ പല ചായ. ഒരു പേഴ്സണൽ സ്പേസ് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും. പക്ഷെ കൊള്ളാം, നല്ല ലൈറ്റും ഒരു അറേബ്യൻ ടച്ചിൽ. ഈ കളർ എങ്ങനെയുണ്ട്? ടീൽ ബ്ലൂ ആണ്. ടീൽ ബ്ലൂ വരുന്നത്. പിന്നെ ഒരു കഫേ വൈബ് അല്ലേ? ഇവിടുന്ന് ആക്ച്വലി സൺലൈറ്റ് വരുന്നുണ്ട്. ഇത് സൺലൈറ്റ് ആണ്, ഇത് ലൈറ്റ് അല്ല, നാച്ചുറൽ ലൈറ്റ് ആണ്. എവിടെയും നാച്ചുറലിന് എവിടെയൊക്കെ എത്തപ്പെടാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഡിസൈനിൽ വരുന്നത്. പിന്നെ ഇതെങ്ങനെയുണ്ട് ഈ ഷാൻലിയർ? ഇതില് വെച്ചിരിക്കുന്ന ഈ സ്റ്റോൺസ് എത്ര ഉണ്ടാവും? ഒരു അപ്രോക്സ് ഈ ഒരു സ്റ്റോൺ ടോട്ടൽ കൗണ്ട് ആണോ? 3000 സ്റ്റോൺസ് ഉണ്ട്. ഇത് ഏത് കളറിൽ വേണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പം അവിടെ ഒരു ടീൽ ബ്ലൂ, ഇങ്ങനെ ഇതൊരു എന്താണ് നമ്മുടെ ഒരു സീഡ്, ഒരു കടലിൻ്റെ ഒരു കളർ കൊടുക്കാൻ നാച്ചുറൽ വരുന്നത് കൊണ്ട് ആ ഒരു കളർ തീമിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം ഇതൊക്കെ ഡൽഹിന്ന് കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ. ഇത് റെഡിമെയ്ഡ് അല്ല. ഇത് നമ്മൾ ഡിസൈൻ ഇങ്ങനെ ഒരു റെയിൻ ഡ്രോപ്സ് എന്ന് പറയുന്നത്, ഇത് ഏത് ഷേപ്പിലും ആക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് നമ്മുടെ ആർക്കിടെക്ട് പോയിട്ട് മോത്തിഫിൻ്റെ ആൾക്കാർ തന്നെ പോയിട്ട് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഡൽഹിയിൽ ആൾക്കാർ വന്നിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഏകദേശം 8 മണിക്കൂർ കൂടുതലെടുത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. കാരണം ഇത് ഇത്രയും വയറല്ലേ, ഇവിടുന്ന് എവിടെയും കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്രയും വലിയൊരു സ്റ്റെപ്പർ വെച്ചിട്ട് 4 ആൾക്കാർ കൂടിയിട്ടാണ് ഇതൊക്കെ ഓരോരോ കല്ലായിട്ടാണ്. ഇത് ഒറ്റന്നല്ല, ഇത് ഓരോരോ കല്ല് കോർത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുന്നത്. ഇതൊരു വലിയ ബോക്സിൽ സ്റ്റോൺസ് സെപ്പറേറ്റ്, ഇതിന്റെ സ്ട്രിങ്സ് ഇല്ലേ ഈ കാണുന്ന നങ്കീസ് പോലത്തത്, അത് സെപ്പറേറ്റ്. പിന്നെ അതിന്റെ ബേസ് സെപ്പറേറ്റ് വരും. ഇത് പിന്നെ ഓരോന്ന് കൊളുത്തിയിട്ട് വേണം ഇതിൽ ഫിക്സ് ചെയ്യാൻ. അപ്പൊ അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണല്ലോ. എന്തെങ്കിലും ഒന്ന് പറ്റിയ ഡാമേജ് ആകും. അത്രയും ഡെലിഗേറ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ അങ്ങ് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ഡാമേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ അവിടുത്തെ ആൾക്കാർ തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്താണ്. പിന്നെ അത് ഗൻസിന്റെ ഗിഫ്റ്റ് ആണ്. ഈ ബിൽഡ് ചെയ്ത ആൾക്കാരുടെ ഗിഫ്റ്റ് ആണ്. അപ്പം മേരിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീടെടുക്കുമ്പോൾ 7 ഹോഴ്സ്. അതിനൊരു വാസ്തു ഉണ്ടല്ലോ, റൈസിംഗ് ഹോഴ്സസ് ആണ് 7 ഹോഴ്സസ്. അത് നമ്മൾ വീട്ടിൽ ഇതന്നെ വേണമെന്നില്ല, നമ്മളൊരു ചെറിയൊരു പെയിന്റിങ് വെച്ചാൽ തന്നെ ആ വീട്ടിൽ അവര് എപ്പോഴും റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വാസ്തുപ്രകാരം വെക്കുന്ന കുറച്ച് എലമെന്റ്സ് ആണ് ഇതൊക്കെ. ഇത് ജസ്റ്റ് വെറുതെ ഡെക്കർ ആയിട്ട് വെക്കുന്നതല്ല. പിന്നെ അതിനൊരു സാധനം ഉണ്ട്, എപ്പോഴും നമ്മള് ഉള്ളിന്ന്, അതായത് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ വേണം അത് പ്ലേസ് ചെയ്യാൻ. ഇതിപ്പോ നമ്മളുടെ എൻട്രൻസ് വാളാണത്, അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുന്ന രീതിയിലായിരിക്കണം വയ്ക്കാൻ.
അപ്പൊ ഇത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കറക്റ്റ് പ്ലേസ് ആണ്. പക്ഷെ ഇവിടുന്ന് ഓടുമ്പോൾ കുതിര അങ്ങ് നേരെ ഗ്ലാസ് വഴി അങ്ങ് പുറത്തു പോകും. പക്ഷെ ഇവിടെ നമുക്ക് ബ്ലോക്ക് ഉണ്ട്, ഡോറും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇത് 2 എലമെന്റ്സ്. പിന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഹൗസ് വാമിങ്ങിന് മുമ്പേയും ഹൗസ് വാമിങ്ങിനും നീ സാരി അല്ലല്ലോ ഇട്ടത്, പാന്റ് ഇട്ടതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇത് ട്രാൻസ്പെറന്റ് ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ ബിൽഡേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു യാദൃശ്ചികമായിട്ട് ഇവരൊരു കോള് നമുക്ക് വന്നു, അവരുടെ ആനിവേഴ്സറിക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇനോഗ്രേഷന് വരുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ പോയി അവരുടെ പ്രസന്റേഷനും, അവർ ഇന്റർനാഷണൽ ബ്രാൻഡാണ്, ദുബായിലൊക്കെ അവർക്ക് മോട്ടിഫിന്. അപ്പോൾ അവരുടെ പ്രസന്റേഷനും അവരുടെ ഒരു വിഷനും ഒക്കെ കണ്ടപ്പം നമുക്ക് പറ്റിയ ആൾക്കാരാണ്. അവരുടെ ഐഡിയാസ് ഭയങ്കരമാണ്, അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ചെയ്യുന്നതൊക്കെ. അങ്ങനെയാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. അപ്പം അവർ കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു, നമ്മൾ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് നൈസായിട്ട് ചെയ്യാം. അവർ ഭയങ്കര വെൽക്കമിങ് ആണ്. നമ്മൾ എന്ത് ഐഡിയാസ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാം, അത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരാണ് നമുക്ക് നമ്മളെ പ്ലാനിൽ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ല, അവരാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്താലോ, അപ്പം കൊള്ളാലോ ഐഡിയ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊടുത്തു. ഇത് അതേപോലെ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ ദിവസം 2 പേരും ഇവിടെ നിർത്തി, ഈ മുണ്ടിട്ട് വരുന്ന ആള്, ഷോർട്ട് ഡ്രസ് ഇട്ട് വരുന്ന ആള്, സാരി ഇട്ട് വരുന്ന ആളൊക്കെ ശ്രദ്ധിക്കണേന്ന് പറയാം. പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോയത്. പിന്നെ കുറെ ആൾക്കൊക്കെ പേടി ഉണ്ടായിരുന്നു, ഇത് കയറി കഴിഞ്ഞാൽ പൊട്ടി വീഴുമോ. പൊട്ടൊന്നുമില്ല, ഇത് ഡബിൾ ലെയർഡ്, അതിനെന്തോ പറയല്ലേ ഈ ഗ്ലാസ്സിന്, ഇത് അങ്ങനെയുള്ള ഗ്ലാസ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അല്ല പേടിക്കണ്ട, ലൂസുള്ള വേണ്ട കേട്ടോ അല്ലേ, താഴത്തൊന്ന് നോക്കിക്കോ, ആരും ഇല്ല താഴത്ത്. മിയക്ക് പേടിയാ, മിയക്ക് പേടിയാ, ഭയങ്കര പേടിയാ, ഇങ്ങോട്ട് വരില്ല. പിന്നെ നമ്മളുടെ ഏറ്റവും ലാവിഷ് ആയിട്ടുള്ളൊരു നൈസ് വ്യൂ കിട്ടുന്ന ബാൽക്കണിയാണ് കേട്ടോ ഇത്. മറ്റേ ഒരു റീലില്ലേ, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാം, അതിലൊരു വളവ് കാണിച്ചാണ്ടിനാ, അതേപോലത്തെ ഒരു വളവ് നമുക്ക് ഇവിടെ ഉണ്ട്. അല്ല, ഈ വളവിന്റെ ഒരു പേരുണ്ട് ഇപ്പൊ, യൂട്യൂബർ വളവ്. യൂട്യൂബർ വളവ് എല്ലാരും പറയുന്നത് യൂട്യൂബർ വളവ് എന്നാണ്. ഈ സ്ഥലത്ത് വരുമ്പോ പിള്ളേരൊക്കെ പോകുമ്പോ മിത്മിരി ഇങ്ങനെ സ്കൂൾ പിള്ളേർ ബസ്സിൽ പോകുമ്പോ, ഇന്ന് ഞങ്ങൾ വന്ന സമയത്തും കുറച്ചുപേര് വന്നായിരുന്നു വീട് കാണാൻ. അതെ അപ്പം അത് അങ്ങനെ പോകുന്ന കുഞ്ഞു മക്കളൊക്കെ ഇങ്ങോട്ട് കയറി വരും. നമുക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറയുക, നമ്മള് മുംബൈയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം സൽമാന്റെ വീട്, ഷാറുഖ് ഖാന്റെ മന്നത്ത്, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ എത്തി നോക്കും, ഷാറുഖ് ഖാൻ എങ്ങനെ കണ്ടാലോ അവരുടെ വീട് കാണുമ്പോ അങ്ങനെ ഒരു ഫീലിംഗ് അല്ലേ. അപ്പൊ അത് നമ്മളൊന്നും അത്ര സ്റ്റാറും ഒന്നുമല്ല, എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടുന്ന് ഗേറ്റിന്റെ അവിടെ നിന്ന് എത്തി നോക്കുന്നതും അവര് വിളിക്കുന്നത്, സ്കൂൾ ബസ്സിലെ പിള്ളേരോ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മള് ഒന്നും അല്ലാത്തടത്തുനിന്ന് എത്തിയ ആൾക്കാർ അറിയപ്പെടുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ടല്ലോ. നമ്മളൊരു 2 പേരെങ്കിലും നമ്മളെ വാല്യൂ ചെയ്യുക, റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളെന്തോ മുൻജന്മങ്ങൾ ചെയ്ത കർമ്മം, അതുകൊണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി. ഇവിടെ ഇതൊക്കെ റിയൽ പ്ലാന്റ്സ് അല്ലേ? ബൊഗേൻവില്ല. അത് ഇതൊക്കെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് കൊണ്ട് വെച്ചതല്ല, പിന്നെ നല്ല വെയിലും ഒക്കെ വെളിച്ചമൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതൊക്കെ അവരെ ഡിസൈനേഴ്സ് ചെയ്തതാണ്. നമ്മുടെ പുറത്തൊരു ഒരു ബോൺസായി ഉണ്ട്, കണ്ടായിരുന്നു? ഞാൻ കാണിച്ചു തരാം, അതിനൊരു പേരൊക്കെ ഉണ്ട്. അടുത്ത നമുക്ക് നമ്മളുടെ പറുദീസയിലേക്ക് പോകാം. ഇത് മെരീന്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറേ അധികം ബോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഹൗസ് ടൂറിൽ ഞാൻ കണ്ട കാര്യമാണ്. കാരണം അവർക്ക് എപ്പോഴും ഒരു വാർഡ്രോബ് ഉണ്ടാകും, ഒരു റൂമല്ല. നമ്മൾ എപ്പോഴും റൂമിൽ ഇങ്ങനത്തെ നമ്മളുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ സംഭവിക്കുക വെച്ചാൽ, നമ്മളൊരു ഇവന്റിന് പോകണമെങ്കിൽ നമ്മളെല്ലാം വലിച്ചിടും. പിന്നെ വന്ന് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ അത്രയും ലേറ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ ആരുടെ ഇടയൊക്കെ വലിച്ചിടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈനറിനോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു റൂം വേണം, അവിടെ എല്ലാം ഡ്രോയേഴ്സ് വേണം. ഇപ്പം ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്. ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അവിടെ മേക്കപ്പ് ചെയ്യാം, അവരുടെ സാധനങ്ങൾ ഇവിടെ വെക്കാം. ഇവിടെ മെറി റെഡി ആകുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് എല്ലാം ചെയ്യാം. പിന്നെ അതേപോലെ എല്ലാം ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഡ്രോവേഴ്സ് ആണ്. ഇത് തുറക്കുകയാണെങ്കിൽ ഇതിപ്പോ എല്ലാം നമ്മള് ഫുള്ള് ചെയ്ത് വെച്ചില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ല, കുറച്ച് ഷിഫ്റ്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ അക്സസറീസ്, പെർഫ്യൂംസ്, കാര്യങ്ങളൊക്കെ എല്ലാം ഓർഗനൈസേഴ്സും ഉണ്ട്. ഇതിലിങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് ഇത് വലിക്കാം. ഇത് പക്ഷെ ഇവിടെ ഇത്രയും ഹൈറ്റ് കുറഞ്ഞോണ്ട് കുഴപ്പമില്ല.
അത്രയും ഹൈറ്റ് ഒക്കെ വരുമ്പോ ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഇങ്ങനെ വലിച്ച് ഹാങ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പിന്നെ നമുക്ക് വലിയ വലിയ ഡ്രസ് നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഈ മെറീനൊക്കെ വലിയ ഗൗൺ എന്നൊക്കെ പറഞ്ഞത് മടക്കി വെക്കുമ്പോൾ തന്നെ ഒരു കബോർഡ് തീരും. അങ്ങനെയൊക്കെ വെക്കാനുള്ള അത്. പിന്നെ ഇവിടെയും കുറച്ച് നമ്മുടെ എല്ലാം വെച്ച് വരുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ കളക്ഷൻസ്, പെർഫ്യൂംസ്, വാച്ച്, ഗോഗിൾസ്, അങ്ങനത്തെ അക്സസറീസ് എല്ലാം വെക്കാനുള്ളത്. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഇട്ട ലബാമ്പ ചെയ്ത എൻ്റെ ഡ്രസ്സായിരുന്നു, ഭയങ്കര വൈറലായി. അതേപോലെ മെറി ഡാഷ് ക്രിയേഷൻസ് ചെയ്ത ഇതാണ്. പിന്നെ നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഏരിയ. അതേപോലെ ഇവിടെയുണ്ട്. ഇതൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാനുണ്ട് കുറെ. ഇവിടെ ഫുള്ള് നമുക്ക് ഡ്രോയേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ എന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയാ, കളക്ട് ചെയ്ത് പൊളിക്കാതെ വെക്കാൻ. ഇതൊന്നും പൊളിച്ചിട്ടില്ല, യൂസ് ചെയ്യും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഈവൻ കോസ്റ്റ്യൂം വാങ്ങിക്കഴിഞ്ഞാൽ ടാഗ് പൊളിക്കാണ്ട് കുറെ കാലം വെക്കും. അങ്ങനെ കുറെ ഡ്രോവേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ സാധനങ്ങൾ നമ്മുടെ ഗ്ലാസസും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഫുൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പാൻറ് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും വെക്കാനും പറ്റുന്ന രീതിയിൽ മടക്കി വെക്കുമ്പം വലിക്കുമ്പോഴാണ് അങ്ങനെ നല്ല ഓർഗനൈസ് ചെയ്ത് അവർ ചെയ്തു. ഇതും അങ്ങനെ ഗ്ലാസ് കണ്ടോ, ബ്രൗൺ ആണ്, ടിൻഡഡ് ഗ്ലാസ് ആണ്. പക്ഷെ നമുക്ക് കാണുകയും ചെയ്യും, പക്ഷെ പെട്ടെന്ന് നോക്കി നമുക്ക് ആ ഒരു മോശമായിട്ട് കാണത്തില്ല. ആ പറഞ്ഞ ആ ഒരു സാധനം ഇങ്ങനെ വലിക്കാൻ. ഓക്കെ, അതാകുമ്പോ ആ ഒരു ലെങ്സിലുള്ള ഡ്രസ് കിടന്നോളൂ. അവിടെ ഒന്നും ഒരു സാധനം വെച്ചിട്ടില്ല. അതിന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇനിയിപ്പോ ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ മാത്രം ഒരു ടോർ എടുക്കാൻ എന്റെ മെറീന്റെ കളക്ഷൻസ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മളുടെ ജ്വല്ലറീസ് ഒക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഇങ്ങനെ കമ്മലൊക്കെ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന. ഇവിടെ നമുക്ക് സാരിയോ എന്ത് വേണമെങ്കിലും ഹാങ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതൊക്കെ എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇഷ്ടായോ? ഇത് കൊള്ളാം, അടിപൊളി. ഞാൻ വിചാരിച്ചത് ബെഡ്റൂം ആയിരിക്കും. ഇതൊക്കെ ഐഡിയാസ് ഇനിയിപ്പം വീടെടുക്കുന്ന ആൾക്കാർക്ക് ഇതിനും ബെറ്റർ ആയിട്ട് ചിലപ്പം ഐഡിയാസ് കുറെ സാധനങ്ങൾ ആഡ് ചെയ്യായിരുന്നു. ഞാൻ ഈ സോനാക്ഷി ആ പുള്ളിക്കാരുടെ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ സോനാക്ഷിന്റെ ഞാനും കണ്ടിട്ടുണ്ട്. വാക്കിംഗ് വാർഡ്രോബ് ചെയ്യുന്നത് എപ്പോഴും നമ്മള് കാണുന്നത് മസ്താനി എല്ലാരെയും പൊരിക്കുന്നല്ലാണ്ട് ഇനി ഒരു ദിവസം വൺ ഡേ വരും, ഒരു ദിവസം നമുക്ക് വരും മസ്താനിനെ പൊരിക്കാൻ. ആ ഒരു റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സിന്റെയും ഒരു ആഗ്രഹമായിരിക്കും അവർക്ക് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ ഒരു യൂട്യൂബിനായിട്ടൊരു ലൈവ് ചെയ്യാൻ, സ്ട്രീം ചെയ്യാൻ, ഇൻസ്റ്റാ ലൈവ് ചെയ്യാനും വീഡിയോ ചെയ്യാൻ, ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഉള്ളൊരു റൂം. നമ്മള് പല ഇന്റർവ്യൂസും കൊടുക്കണം. കണ്ണൂര് വരുമ്പോ നമുക്ക് എവിടുന്ന് എന്റെ വീട്ടിൽ പറ്റാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒരു തോട്ട് വന്നതാണ് നമുക്ക് ഇവിടെ ഒരു ഇന്റർവ്യൂ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു റൂം നമ്മൾ പ്ലാൻ ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു നമുക്കൊരു പോഡ്കാസ്റ്റ് റൂം വേണം. ഇനി ഇവിടെ മൈക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. 2 മൈക്ക് ഇവിടെ വരും. ഗസ്റ്റ് വന്നാൽ നമ്മൾ ഇവിടെ ഇരുത്തും, ഞാനും വരും അവിടെ ഇരിക്കും. അങ്ങനെ ഒരുമിച്ചെടുക്കും. നമ്മൾ കപ്പിൾ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ ഗോൾഡൻ ബട്ടണും സിൽവർ ബട്ടണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ്. ശരിക്കും ഒരു യൂട്യൂബ് റൂമാണ്. കുറച്ചും കൂടി എലമെന്റ്സ് വരാനുണ്ട്. നമ്മുടെ യൂട്യൂബിന്റെ കുറച്ച് സുവീനിയേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വന്ന് ഇവിടെ സെറ്റ് ചെയ്യും. അങ്ങനെ ചെറിയൊരു ഇഷ്ടമായ പോഡ്കാസ്റ്റ്. ഇതിന്റെ കളർ എങ്ങനെയുണ്ട്? ഇതും അദ്വി എന്ന് പറയുന്ന ആ ഒരു ഫർണിച്ചറിന്റെ ആൾക്കാര് ചെയ്ത വർക്കാണ് കേട്ടോ. ഡിസൈൻസ് മോട്ടീഫാണ് ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്തത്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു റൂം. നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലാന്നില്ല. ഇനി ഒരു റൂമും കൂടി ഉണ്ട്. അല്ല, 2 റൂമുണ്ട്. അടുത്തത് വരുന്നത് നമ്മുടെ എന്തായിരിക്കും ഇവിടെ? ബെഡ്റൂമാണ്. ഇവിടെ ഒരു പ്രത്യേകത, ഇത് ഗസ്റ്റ് റൂമാണ്. മസ്താനി വന്ന അടുത്ത പ്രാവശ്യം ഞാൻ ഈ റൂമിലേക്ക് നമ്മൾ കയറ്റി വിടും. ആക്ച്വലി ഇങ്ങോട്ട് കയറിയപ്പോഴേ ഇത്ര നേരം നമ്മളൊരു ഇംഗ്ലീഷ് ഹൗസിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഒരു തറവാട്ടിലേക്ക് കയറി ഒരു ഫീല്. അതെ, തറവാട്ടിൽ വരുമ്പോ നമ്മൾ എപ്പോ ആദ്യം കാണുന്ന സാധനം എന്നാ തറവാട്ടിന്റെ ഒരു വൈബ്. ഇത് നമ്മുടെ ഫ്രണ്ട് സിനി വിഷ്ണു തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. പറ നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇത് പ്യുവർ തേക്കിന്റെ ഇതില് കാർവ് ചെയ്താണ്, കൊത്തിയെടുത്ത. ഇത് നമ്മളുടെ അടുത്ത് ആദ്യം ഉണ്ടായ കട്ടിലാണ്. ഇത് പുതിയ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ നമുക്ക് സ്റ്റോറേജ് ഇല്ല, നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പൊ നമ്മളിത് ഇങ്ങോട്ടേക്ക് എന്തായാലും കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ്.
അവിടെ വെച്ച് വന്നില്ല. അപ്പോൾ ഒരു റൂം അതിനായിട്ട് അവർ ആ ഒരു കളർ തീമൊക്കെ അവർ യൂസ് ചെയ്ത് ഒരു ട്രഡീഷണൽ റൂമാക്കി തന്നു. ഇത് എല്ലാം അങ്ങനെ കൊത്തുപണിയിൽ ചെയ്ത് നമ്മൾ പണ്ടത്തെ ഒരു വിന്റേജ് ടൈപ്പ് കട്ടില്, അതിന്റെ ഒരു ആ ഒരു മിററും അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ അതേപോലത്തെ ഒരു വാർഡ്രോബ്, വലിയൊരു വാർഡ്രോബാണ് കേട്ടോ. അതിൽ നിന്നുള്ള സാധനം ഒഴിച്ചപ്പോ നമ്മള് റൂം മുഴുവനും സാധനം ഇപ്പൊ കാണുമ്പോ അത്ര തോന്നൂല, പക്ഷെ നല്ല അതിൽ ഞാൻ വെച്ച സാധനങ്ങൾ ഇപ്പോഴും ആ റൂമിലുണ്ട്. അത് ഇനി എങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, ഇതൊക്കെ എംറ്റിയാണ് ഇപ്പം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ സ്വിച്ചസ് ശ്രദ്ധിച്ചായിരുന്നോ? വിന്റേജ് മോഡലാണ്. ഇവര് കേരളത്തിൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. SSK സ്വിച്ച് അല്ലെ അവരുടെ ബ്രാൻഡ് നെയിം. അത് ഭയങ്കര ഒരു പ്രീമിയം ലെവലുള്ള ഒരു സ്വിച്ച് ആണ് ഇത്. പണ്ടത്തെ വീടുകളിലും ഇതേപോലത്തെ ഒരു മോഡൽ കോളിംഗ് ബെല്ല് കണ്ടായിരുന്നു മറ്റേ പണ്ടത്തെ വീഡിയോയിലും മൂവിയിലൊക്കെ കാണുന്ന സാധനം. പക്ഷെ പണ്ടത്തെ സാധനങ്ങൾക്ക് വില കൂടുതൽ. ഇപ്പൊ അതെ, പഴയ സാധനങ്ങൾക്ക് നല്ല വിന്റേജ് സ്റ്റൈലിലുള്ള സ്വിച്ചസ് ആണ്. ഇത് 2-3 കളറൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഹോൾ ഈ വീട് മുഴുവൻ ഇതേപോലത്തെ സ്വിച്ചസ് എല്ലാം സ്വിച്ച് മുഴുവൻ അങ്ങനെയാണ്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഇത് നമ്മള് ബാലിയിൽ പോയപ്പോ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഡ്രീം കാച്ചർ. ഓ ഇത് വലുതാട്ടോ. ഭയങ്കര സ്പേസ്, നല്ല വെയിറ്റ്, ഒരുപാട് സ്പേസ് ഉണ്ട്. നല്ല ഇതാണ്, ഫുൾ മരാണ്, വുഡനില് തീർത്തതാണ്. ഇതൊക്കെ നമ്മൾ ഒരു ഷൂട്ടിന് പോയപ്പം കണ്ടപ്പം ഉടനെ വാങ്ങിച്ചത് സാധനം. ഓ ഇങ്ങനെ 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 വെക്കാം. ഒരുപാട് സാധനങ്ങൾ. എന്റെ ഒരു 100 സാരി എനിക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് പാഞ്ചാലിന്റെ സാരി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത്. അത്രയും സാരി ഇത് കൊള്ളിക്കാൻ പറ്റി എനിക്ക്. കാണുമ്പോൾ ചെറുതുപോലെ തോന്നും. പിന്നെ മിത്തുവായിട്ടെ എല്ലാ ആക്സസറീസും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്താണ് വെച്ചത്. ഒരു കബേർഡിൽ കൊള്ളായിരുന്നു, എന്റേത് കൊള്ളായിരുന്നു. എനിക്ക് 4 കബേർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു ഇത് എന്താണ്? ആക്ച്വലി ഇത് എന്തെങ്കിലും വെക്കാനുണ്ടോ ഇതില്? എനിക്ക് പോലും തോന്നിയില്ല ഇത് എന്താണത്. ഇത് ബ്ലൈൻഡ് പെയിന്റിംഗ് എന്ന് പറയും. കണ്ണടച്ചിട്ട് വരക്കുന്ന. പക്ഷെ കണ്ണടച്ച് വരച്ചോണ്ടെന്നു ഭയങ്കര പൈസ. ഇതെന്താടാ ഇങ്ങനെ, എനിക്ക് പോലും മനസ്സിലായില്ല. ഇത് പെയിന്റിംഗ് ഇതിനെന്തോ മീനിങ് ഉണ്ട്. എനിക്ക് ഇതുവരെ കണ്ടിട്ട് മനസ്സിലായി ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത്. എന്താ? ഞാൻ വിളിച്ചു ചന്ദ്രനിലെ നേരത്തെ പറയാൻ മൂക്ക്. പിന്നെ ഇത് എന്തുവാ വിത്തേട്ടാ? ഞാൻ വിചാരിച്ചേ ഫോട്ടോസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളും അങ്ങനെ എന്തോ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഇവര് വെച്ചില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ ബാക്കി വരയ്ക്കത്തില്ലേ, അങ്ങനെ വെച്ചതാന്നാ ഞാൻ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. സത്യം ഇത് ശരിക്കും നടന്നു തരാം. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ സഫ ഇവിടെ ഇങ്ങനെ വെക്കുന്നത്, അത് എഞ്ചിനീയർ വൈഫ്. ഞാൻ ചോദിച്ചു ഇത് ഇവിടെ വെക്കണ്ട. ഇത് ഫ്രെയിമാണ്, ബ്ലൈൻഡ് ആർട്ടാണ്. ഞെട്ടിപ്പോയി ശരിക്കും. ഞാനും അടുത്ത ബ്ലൈൻഡ് ഇങ്ങനെ കണ്ണും പൊട്ടിട്ട് 2 വരയും കറുപ്പ് വരുന്നു. ചില ഫേമസ് പെയിന്റിംഗ് ഒക്കെ അങ്ങനെയല്ലേ, ഞാനും തുടങ്ങും. അടുത്ത പാഞ്ചാലി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് ആർട്ട് തുടങ്ങിയത്. എന്ത് ചോദിച്ചാലും ബ്ലൈൻഡ് ആർട്ടാണ്. ലോകത്ത് ഒരാൾക്ക് പിന്നെ അത് വരക്കാൻ പറ്റില്ല. കുടഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരക്കാൻ, നമുക്ക് തന്നെ വരയ്ക്കാൻ പറ്റില്ല. ഇതിന് സ്വർണ്ണം തോന്നിച്ചപ്പോ അതുകൊണ്ട് പൈസ കൂടുതൽ. മീറ്റ്മിരിയുടെ വീട്ടില് സ്വർണത്തിന്റെ പെയിന്റിംഗ്, ലക്ഷങ്ങൾ വിലയുള്ള സ്വർണത്തിന്റെ പെയിന്റിംഗ്. ഇത് ലക്ഷമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇതിന് എന്നാ എത്രയാണ് മതി? ഇല്ല ഇതിനത്ര റേറ്റ് 1000 അങ്ങനെ എന്തോ. പക്ഷേങ്കില് 1000 ആയാലും 1000 കാണാനൊരു നമുക്ക് മനസ്സിലാവുന്നില്ല. സ്വർണ്ണം ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് വന്നത്. അടുത്ത നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെഡ്റൂം. മുഗൾ ലോകത്തേക്കാണ്. മുഗൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മുഗൾ ചക്രവർത്തി. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ ഫുൾ ഡംപ് ചെയ്തിരിക്കാം. മുഗൾ ചക്രവർത്തിന്റെ മസ്താനിയും കൊണ്ട് നമ്മൾ പോവുകയാണ് രാജകൊട്ടാരത്തിൽ. മസ്താനി ആഗതയായാലും ഇത് വേറെ വൈബ്. ഉള്ളില് വന്ന ഇതാണ് മുഗൾ രാജ്യത്തെ രാജകുമാരിക്ക് വേണ്ടി നമ്മൾ തീർത്ത കൊട്ടാര റൂമാണ്. അന്തപുര. മഹാറാണി ഇരിക്കൂ, ഉപവിഷ്ടിയായാലും മഹാറാണി ഇരിക്കൂ. മഹാറാണി. എനിക്ക് ഇരിക്കാൻ ഒരു പേടിയായിട്ട്. ഇത് കോൺക്രീറ്റിലല്ല ചെയ്തത് അവര്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നല്ല അടിപൊളി സ്ട്രോങ് ആണ്. ഇതിന്റെ പാറ്റേൺ കണ്ടോ?
ഇതിന്റെ പാറ്റേൺ കണ്ടോ? ഇതിന്റെ ഒരു ഈ കളർ പാറ്റേണും ഇതൊക്കെ ആ ഒരു മുഗൾ തീമിൽ ചെയ്തതാ. ഈ കളേഴ്സ് ആയാലും ഈ ഒരു ബെഡിന്റെ രീതിയും കാര്യങ്ങളും ആ ഒരു സാധനം കണ്ട ഈ ഒരു കളർ തീം, പിന്നെ മിററിന്റെ ആ ഒരു ആർച്ച്, അതൊക്കെ അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത്. എനിക്കൊന്ന് മുകളിൽ 2 ബെഡ്റൂമിൽ കയറുമ്പോഴേക്കും നമുക്കൊരു ട്രഡീഷണൽ ടച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. അതാണ് എല്ലാ റൂമും ചെയ്തിരിക്കുന്നത് പല പല ഡിസൈനിലും പല തീമിലും. അതാണ് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഹെറിറ്റേജ് സാധനം. അതാണ് ഒരു മുഗൾ മസ്താനിക്കൊക്കെ പറ്റിയ. ഇത് എന്ത് ഗ്രീനാ? ഇത് പേസ്റ്റൽ ഗ്രീൻ ആണ്, പക്ഷെ ഇതിനൊരു കളർ നെയിം ഉണ്ട്. പേസ്റ്റൽ ഗ്രീനിൽ വരുന്നത് നമ്മുടെ മറ്റേ എന്തായിരുന്നു നമ്മുടെ ഡിസൈനർ ഇല്ലേ, ആളുടെ പേരെന്നാടി, നമ്മൾ ബാംഗ്ലൂർ പോയപ്പം ഒരു ബോളിവുഡ് ഡിസൈനർ ഇല്ലേ, അയാളാണ് ആ പാറ്റേൺ എപ്പോഴും, അയാളുടെ ആ ഒരു സാധനം കോപ്പി അടിച്ചതാണ്. മനീഷ് മൽഹോത്രന്റെ അയാളുടെ പാറ്റേൺസ് നോക്കിക്കോ, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്, ഈ കളർ വരുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന സബ്യസാക്ഷി, സബ്യസാച്ചി, മനീഷ് സബ്യസാച്ചി. ഈ ഒരു ക്ലോത്തിന്റെ ഡിസൈൻ ആക്ച്വലി ആ ഒരു സബ്യസാക്ഷിന്റെ നമ്മൾ നോക്കാൻ പോയിട്ടോ, അവരുടെ കേർട്ടൻ പെർ മീറ്റർ വരുന്നത് 30,000 പെർ മീറ്റർ. അവരുടെ കേർട്ടൻസ് നമുക്കിപ്പോ ഇങ്ങനെ കേൾക്കണമെങ്കിൽ എത്ര മീറ്റർ വേണം? ഒരു 10-15 മീറ്റർ വേണം. അന്ന് ആലോചിച്ച് നോക്കിയ അവരുടെ ഒരു എക്സ്പെൻസ്. നമ്മളത് ഇൻസ്പയർ ആയിട്ട് നമ്മളെ മോട്ടീവ് അത് ചെയ്തു. ഇത് അതേപോലെ ഈ ഊഞ്ഞാലും താഴത്തെ ഊഞ്ഞാലും ഒക്കെ ആ ഒരു ആദ്വി എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്ത നല്ല ഇതില്ലേ, ഭംഗിയായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്കും അറിയില്ലായിരുന്നു, ഈവൻ വീട്ടിൽ കൂടലിന്റെ ദിവസം നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാൽ ഇവിടെയല്ല, താഴത്തേക്ക് താഴത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറെ കാര്യങ്ങൾ, കുറെ എലമെന്റ്സ് ഒക്കെ നമുക്കും സർപ്രൈസ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ കൂടലിന്റെ തലേ ദിവസം വരെ ഇവിടെ ഒന്നും ആയിട്ട് എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ നമ്മുടെ ആർക്കിടെക്ടർ റഫീന്റെ അടുത്ത് വന്ന് ഭയങ്കര, ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തത്, ഐ എം വെരി ഡിസപ്പോയിന്റഡ്, സോ ബാഡ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. ആളിങ്ങനെ തന്നെ നോക്കിയിരിക്കും, ഇവൻ എന്ത് തേകയെ പറയുന്നത്. നമ്മളുടെ 1-ാം തീയതി ആയിരുന്നു നമ്മളുടെ പാല് കാച്ചൽ. അപ്പൊ ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഒരു വാണ്ടഡ്ലി ചെയ്താണ്. കാരണം 4-ാം തീയതി വരുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു സർപ്രൈസിങ് എലമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 4th അവർ മൊത്തം സെറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, 1-ാം തീയതി ആളൊക്കെ വന്ന് എന്തായാലും മുഷിയും സാധനങ്ങളൊക്കെ. അപ്പോൾ 4th എല്ലാം അവർ സെറ്റ് ചെയ്യുന്നത്, ബെഡ്ഷീറ്റ് വിരിക്കുന്നതും എല്ലാം ഇതൊക്കെ കൊണ്ട് തൂക്കുന്നതൊക്കെ. അപ്പോൾ 4th വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായി, ഭയങ്കര എക്സൈറ്റഡ് ആയി, നല്ല രസം. സോ നമ്മൾ ഇപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്തതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുമായ ഒരു കാര്യം ഈ വീടിൻ്റെ പേരാണ്, റൂഹ്. എന്താണ് അങ്ങനെ ഒരു പേരിടാനുള്ളൊരു റീസൺ? ആക്ച്വലി ഞാനിപ്പം എൻ്റെ ഒരു ഇതാണ്, എനിക്ക് എല്ലാത്തിലും ഒരു ഡീറ്റെയിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്കെല്ലാം ഒരു പെർഫെക്റ്റ് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യുമ്പോഴും. അപ്പം ഇവൻ മിലിയോൻ്റെ പേരിടുമ്പം സൈറസ് എന്നാണ് മിലിയോൻ്റെ പേര്, അത് കുറച്ച് വെറൈറ്റി ആക്കി. അങ്ങനെ അധികം കേൾക്കാത്ത പേരല്ലേ സൈറസ് മിലിയോ. സൈറസ് എന്ന് പറയുമ്പം സൂര്യദേവൻ എന്നാണ്, പേർഷ്യൻ വേർഡാണ്. ഇപ്പം റൂഹ് എന്ന് പറയുന്നത് അറിയായിരിക്കുമല്ലോ, അറബിക് വേർഡാണ്, ഹെർബ്രിയിലുള്ള ഒരു വേർഡാണ്. അതിന്റെ മീനിങ് റൂഹ് എന്ന് പറയുമ്പം ആത്മാവ്, ജീവൻ, പിന്നെ ഒരു മീനിങ്ങും കൂടിയുണ്ട്, സോൾ, ആത്മാവിന്റെ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് നമുക്ക് വീടിന് പേര്? അതെ, ഇതിനിപ്പം ഇതൊരു ട്രഡീഷണൽ വീടല്ല, നമ്മുടെ സാധാരണ എനിക്കൊരു അനന്തം എന്നൊക്കെ ഇടാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീടിന് അനന്തം എന്നുള്ള പേര് എന്തായാലും ആപ്റ്റല്ല. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചപ്പോൾ ഒരു ദിവസം നമ്മൾ കാറിൽ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പാട്ട് കേട്ടു, ഹണി സിംഗിൻ്റെ ഒരു പാട്ട്, യാത്തോ മേര റൂഹ് ലേലോ യാത്തോ മേര ജിസം ലേലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നിക്ക് നീ എൻ്റെ ജീവൻ എടുക്കൂ, അല്ലെങ്കിൽ നീ എൻ്റെ ശരീരം എടുക്കൂ. ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സോങ്, ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അത്. അപ്പം ഞാൻ ആ റൂഹ് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ക്ലിക്കായി. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തു, എന്താണ് റൂഹ്, എവിടെയാണ്, ഏതാണ് വേർഡ്. അപ്പോൾ എനിക്ക് ഭയങ്കര മീനിങ് ഫുൾ വന്നു. നമ്മുടെ വീട് എന്ന് പറയുമ്പം നമ്മുടെ ജീവനാണല്ലോ, നമ്മുടെ ആത്മാവാണല്ലോ. അപ്പം നമ്മളുമായിട്ട് എപ്പം കണക്റ്റഡ് ആയിരിക്കണം, എന്നാലേ നമുക്കൊരു ആ ഒരു പോസിറ്റിവിറ്റി, എനർജി,
ഒക്കെ നമുക്കുണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കും, നമ്മൾ എവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിക്കോട്ടെ, ഏത് ലോകത്തിൻ്റെ എവിടെയും പോയിക്കോട്ടെ, പക്ഷെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പം നമുക്ക് കിട്ടുന്ന ഒരു കംഫേർട്ട് സോൺ, നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ, നമുക്ക് കിട്ടുന്നൊരു ഫീലിങ്സ് അത് എവിടെ പോയാലും കിട്ടില്ല. എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് 2 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ, 3-ാമത്തെ ദിവസം നമുക്ക് മൈൻഡ് മാറും. വീട്ടിൽ നമ്മൾ വർഷങ്ങളോട് നിന്നാലും നമ്മൾ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വെച്ചാൽ നമ്മളായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, നമ്മൾ ഏറ്റവും പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, നമ്മുടെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നത് വീടാണ്. അപ്പോൾ വീടിന് ആത്മാവ്, ജീവൻ ഉള്ളതിനേക്കാളും വലിയൊരു പേര് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് വേറെ തോന്നിയില്ല. അപ്പം ഞാൻ മെറീനോട് നമുക്ക് റൂഹ് എന്നിട്ടാൽ മെറിക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മീനിങ് ഒന്നും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ മെറിക്കിപ്പോൾ അത് ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതിട്ടപ്പോൾ എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് അവർ പറഞ്ഞു. കുറച്ച് ആൾക്കാർ അയ്യേ ആത്മാവ് ഇതെന്തോ അങ്ങനെ, ആത്മാവ് എന്ന് പറയുന്നത് എല്ലാവരും പ്രേതം എന്നുള്ള രീതിയിലാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ജീവൻ നിലനിർത്തുന്ന ഒരു സാധനമാണ് നമ്മുടെ സോൾ, ആത്മാവ് എന്നാണ്. നമ്മളെപ്പോഴും സോളുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുമ്പോഴാണ് നമ്മൾ വളരുന്നതും ജീവിക്കുന്നതും ഒക്കെ. അപ്പം ഇതിന് വലിയൊരു പേര് ഇനി കിട്ടാനില്ല. അപ്പൊ റൂഹ് അത് ഞാൻ ഫിക്സ് ചെയ്തു, അതിട്ടു. നമ്മുടെ വീടിന്റെ പാലുകാച്ചൽ വരെ ഞാനും മെറിയും പിന്നെ നമ്മുടെ എഞ്ചിനീയേഴ്സിന് പോലും അറിയില്ലായിരുന്നു അല്ലേ, നമ്മുടെ റൂഹ് എന്നുള്ള പേര് എഴുതിയ ആ ഒരു ബ്രാൻഡിനും കൂടി മാത്രമേ അറിയുള്ളൂ ഇതാണ് പേര് എന്നുള്ളത്. ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. പിന്നെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ഒന്നും ഒരിക്കലും അത് പാടില്ല, അത് എന്തിനായിട്ട് അതിന് അഗെയിൻസ്റ്റ് പറയാം അങ്ങനെയൊന്നും. ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ട്. അത് മെറീൻ്റെ ഫാമിലി ആയാലും അച്ഛനമ്മയായാലും എൻ്റെ അച്ഛനമ്മയായാലും എപ്പോഴും വെൽക്കമിങ് ആണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ കണ്ടു. അത് ഓരോരാളുടെ പ്രോസ്പെക്റ്റീവാണ്, അവർക്ക് ഇഷ്ടമുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ ഇടേണ്ട പേര് നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കിയത്. കാരണം മാറ്റാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങോട്ടുള്ള ആളുകളും മക്കളാണെങ്കിലും അത് പറയുമ്പോൾ ഒരു പേര് പേരെങ്ങനെ ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ ശരിക്കും റൂഹ് എന്നാണോ പേരിട്ടെ? ഞാൻ വീഡിയോസ് ഇങ്ങനെ നോക്കിയപ്പോ പേര് റിവീൽ ചെയ്യുന്നത് റൂഹ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കണക്റ്റഡ് ആണത് ആ ഒരു വേർഡ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പം കുറെ ആൾക്കാർക്ക് അതിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പം അവർക്ക് മനസ്സിലായിരിക്കും റൂഹ് എന്താണെന്നുള്ളത്. എല്ലാരും ഈ ഒരു അറബിക് വേർഡ് ആയതുകൊണ്ട് ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും, നിങ്ങൾ ഹിന്ദുക്കളല്ലേ, എല്ലാത്തിലും ഈ ജാതി മതം അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനുഷ്യനായി ജീവിക്കാൻ പറ്റും. മനുഷ്യനായിട്ട് ജീവിക്കൂ. ജാതി മതം വേർഡ് കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അപ്പം അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. ബിലീവ് എല്ലാവർക്കും ഉണ്ട്, അവരവരുടെ ഇഷ്ടമാണ് ഏതിൽ ബിലീവ് ചെയ്യണം എന്നുള്ളത്. സോ ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്, നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഡ്രീം കം ട്രൂ ആണ്, വിഷൻ കം ട്രൂ ആണ് ബേസിക്കലി. ആൻഡ് വി ആർ എൻജോയിങ് എവറി ഡേ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജീവൻ എന്നുള്ളൊരു കണക്ഷൻ. ഇപ്പം മസ്താനി ഇവിടെ വന്നപ്പം എന്ത് തോന്നി? ഒരു വീടിന്റെ ഒരു വൈബും കാര്യങ്ങളും. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ടച്ചൊക്കെ ഉള്ളൊരു വീട്. പക്ഷെ ഓരോ റൂമിൽ കയറുമ്പോഴും ഓരോ വൈബാണ്. ഇപ്പം മുകളിലത്തെ ഈ റൂംസിൽ കയറുമ്പോൾ ഒരു റൂമിൽ കയറുമ്പോൾ നമുക്കൊരു ഇല്ലത്തൊക്കെ കയറിയ പോലത്തെ ഒരു തറവാട്ടിലെ ഇവിടുത്തെ കട്ടിലുകളും മറ്റേ ഷെൽഫൊക്കെ കാണുമ്പോൾ ആ ഒരു വൈബ്. പിന്നെ എനിക്ക് ഫേവറേറ്റ് റൂം ആ റൂമാണ്. കിടലിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഒരിക്കലും നമ്മള് ബെഡ്റൂമിലൊരു ഊഞ്ഞാല അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. പിന്നെ ആ റൂമിൽ കയറുമ്പോൾ സമയത്ത് നമുക്കിങ്ങനെ നർത്തകിമാരെ വിളിക്കും, ഓർഡറാൻ തോന്നുന്ന ഒരു വൈബ്. എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ റൂമിനും ഓരോരോ വൈബ് ഉണ്ട്. പിന്നെ മൊത്തത്തിലൊരു വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈറ്റ് പാസിംഗ് ആണ്. അതായത് എപ്പോഴും വെളിച്ചം ഉണ്ടായിരിക്കണം. പുറത്തുനിന്ന് നമ്മളിങ്ങനെ ചില വീടുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാവും, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. പക്ഷെ ഈ വീട് പുറത്തുനിന്ന് നോക്കുമ്പോഴും അകത്ത് കയറുമ്പോഴും എല്ലായിടത്തും ആ ഒരു നാച്ചുറൽ ലൈറ്റ് കയറുന്നുണ്ട്. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പം അത് നിങ്ങൾ സെലക്ട് ചെയ്തൊരു ഡിസൈൻ്റെ ആവാം, നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി ആകാം. ഈ വീടിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഞാൻ ഉറക്കം തൂങ്ങി വന്നാൽ ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ എന്തായാലും പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ഈ വീടിന് ഒരു ആത്മാവാണ്, നിങ്ങളുടെ ഒരു ജീവന്റെ സ്പന്ദനമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോ റൂഹിന് ഞങ്ങൾ വെറൈറ്റി മീഡിയയുടെ വക ഒരു ചെറിയ പൊളിക്കട്ടെ. അവനായിട്ട് അഞ്ച് നിങ്ങളെ ഫോട്ടോ ചെയ്തു തരില്ലല്ലോ, നമ്മളെ ഫോട്ടോ ഫ്രം ഓൾ ദി വേ ഫ്രം കൊല്ലം. അതെ,
ഓ ഓ ഇതാണോ? ഓക്കെ, നൈസ്. ഇതെന്താ? ഇതിന്റെ പോലെ തന്നെ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ട്, നമുക്ക് അപ്പുറം ഇപ്പുറം വെക്കാൻ പറ്റും. വാവ്, മസ്താനി വെറൈറ്റി മീഡിയ ഫ്രെയിം. ഇത് കൊള്ളാം. ഇതേപോലത്തെ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ട്. എല്ലാം തിളക്കത്തിലാണ് കേട്ടോ. എല്ലാം അങ്ങ് തിളങ്ങി നിൽക്കട്ടെ. അതെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷവും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വീടാവട്ടെ ഇത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.